നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ ഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ അത്തം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചിത്തിര നക്ഷത്രക്കാരുടെ ഫലത്തെ പറയാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വർഷം കർമ്മത്തിൽ വിജയിക്കാൻ സാധിക്കുമോ, അതോ അപ്രതീക്ഷിത വെല്ലുവിളികളെ നേരിടേണ്ടതായി വന്നേക്കുമോ? സ്വാഗതം പ്രിയ ദർശകരെ. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ നിങ്ങളുടെ സംശയ നിവാരണത്തിനായി നമുക്ക് പറഞ്ഞു പോകാം. ചൊവ്വയുടെ ശക്തിയും വിശ്വകർമാവിന്റെ അനുഗ്രഹവും കൈമുതലായിട്ടുള്ള ചിത്തിര നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1202 എന്ന പുതുവർഷം എങ്ങനെയുണ്ടാകും? തൊഴിലിൽ ഉയർച്ചയുണ്ടാകുമോ? സാമ്പത്തിക നേട്ടമുണ്ടാകുമോ? ഭൂമി, വീട്, വാഹനങ്ങൾ എന്നീ ആഗ്രഹങ്ങൾ സഫലമാകുമോ? അല്ലെങ്കിൽ ഗ്രഹങ്ങൾ പരീക്ഷിക്കുമോ? വീഡിയോ അവസാനം വരെ കാണുക. പരിഹാരം ഉൾപ്പെടെ സമ്പൂർണ്ണ അറിവ് ഈ വീഡിയോയിലുണ്ട്. ചിത്ര നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിലുള്ളവർക്കും പ്രത്യേകമായിട്ടുണ്ടാകുന്ന ഫലങ്ങൾ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്ര നക്ഷത്ര സംഭൂതം മംഗലാധിപതേ പ്രിയ കർമ്മസിദ്ധി ലഭേത് നിത്യം ധൈര്യയുക്തോ ജിതേന്ദ്രിയ. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർ ധൈര്യവും ആത്മവിശ്വാസവും കൈവശം വെച്ചാൽ ജീവിതത്തിൽ വിജയവും കർമ്മകാര്യങ്ങളിൽ പുരോഗതിയും ലഭിക്കുന്നതാണ്. നമുക്ക് ചിത്ര നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. കൊല്ലവർഷം 1202 ചിത്ര നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും പോരാട്ട വീര്യവും വർദ്ധിക്കുന്ന സമയമാണ്. മറ്റുള്ളവർ ഉപേക്ഷിച്ച കാര്യങ്ങൾ പോലും നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കും. തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നേറാനുള്ള അസാധാരണമായിട്ടുള്ള കഴിവ് പ്രകടിപ്പിക്കുന്ന വർഷമാണ്. എന്നാൽ ചൊവ്വയുടെ അതിശക്തമായിട്ടുള്ള സ്വാധീനം കാരണം കോപം, എടുത്തുചാട്ടം, അമിത ആത്മവിശ്വാസം ഇവയൊക്കെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെടാനും സാഹചര്യം ഉണ്ടായേക്കാം. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ തൊഴില്, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തൊഴിൽ രംഗത്ത് നല്ല മാറ്റങ്ങൾ കാണാനാകുന്നതാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാഹചര്യമുണ്ട്. സർക്കാർ മേഖലയിലും സാങ്കേതിക മേഖലയിലും ഉള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുന്ന മേഖലകൾ റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, സൈന്യം, പോലീസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി എന്നിവയിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മേഖലയിലൊക്കെ തൊഴിൽ സാധ്യത അന്വേഷിക്കുന്നവർക്കും അതിൽ വിജയിക്കാനാകുന്നതാണ്. വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വർഷത്തിന്റെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ്. എന്നിരുന്നാലും ആദ്യ പകുതിയിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക, പരിശ്രമിക്കുക. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ സാമ്പത്തിക അവസ്ഥ പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. പൊതുവെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. വീട് വാങ്ങൽ, ഭൂമി വാങ്ങൽ, വാഹനം വാങ്ങുക എന്നിവയ്ക്കൊക്കെ മിക്ക ചിത്ര നക്ഷത്രക്കാർക്കും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ: സുഹൃത്തുക്കൾക്ക് അമിതമായി കടം കൊടുക്കാതിരിക്കുക, പങ്കാളിത്ത ബിസിനസ്സുകളിൽ കണ്ണടച്ച് നിക്ഷേപങ്ങൾ നടത്താതിരിക്കുക, കോടതി കേസുകളുമായി ബന്ധപ്പെട്ട് അനാവശ്യ ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. കുടുംബജീവിതത്തിൽ സന്തോഷവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരേപോലെ ഉണ്ടാകുന്ന വർഷമാണ്. ജീവിത പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ നല്ല ക്ഷമയോടുകൂടി സംസാരിക്കുക. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാം. മംഗളകർമ്മങ്ങളിലും കുടുംബ സംഗമങ്ങളിലും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ തേടിയെത്തും. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള അവസരം ഒന്ന് നോക്കാം. ചൊവ്വയുടെ സ്വാധീനം മൂലം ചിത്ര നക്ഷത്രക്കാർ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, അമിതമായിട്ടുള്ള ചൂട് ഒഴിവാക്കുക, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അപകട സാധ്യതകളും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയൊക്കെ വേണം. അതോടൊപ്പം തന്നെ വാഹനം ഓടിക്കുന്നവർ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണ്. എന്നിരുന്നാലും പൊതുവെ നല്ല സമയം തന്നെയാണ്. ഇനി ഓരോ പാദത്തിലും ജനിച്ച ചിത്ര നക്ഷത്രക്കാരുടെ കൂടുതൽ വിശേഷ ഫലങ്ങളെ ഒന്ന് പറയാം. കന്നിക്കൂറിൽപ്പെട്ട ചിത്ര 1-ാം പാദക്കാർക്ക് ഈ വർഷം പൊതുവെ തൊഴിലിൽ കൂടുതൽ ഉയർച്ച ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്നതാണ്. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ് ചിത്ര നക്ഷത്രം 1-ാം പാദക്കാർ. ഇനി 2-ാം പാദക്കാരുടെ പ്രത്യേക ഫലങ്ങളൊന്നും നോക്കാം. ഭൂമി, വീട്, വാഹനം എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ്. വിദേശത്തൊക്കെയുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ സുഹൃത്തുക്കളെയും അപരിചിതരെയും വിശ്വസിച്ച് ധനം നിക്ഷേപിക്കാതിരിക്കുക. ഇനി 3-ാം പാദക്കാരുടെ ഫലം നോക്കാം. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പൊതുരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളിലൂടെ വലിയ നേട്ടം ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകൾക്കും അനുകൂല സമയമാണ്. ഇനി 4-ാം പാദക്കാരുടെ ഫലം നോക്കാം. അവർക്ക് ജീവിതത്തിൽ
നല്ല വഴിത്തിരിവുണ്ടാകുന്ന സമയമാണ്. വ്യാപാര വികസനം, വിദേശയാത്ര, കുടുംബത്തിൽ സന്തോഷ വാർത്ത, ദീർഘകാലമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതിയും സ്വപ്നങ്ങളുമൊക്കെ പൂവണിയുന്ന സമയം. ഇനി ചിത്ര നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറയുമ്പോൾ നമുക്ക് മാസങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിൽ ഒന്ന് ത്രൈമാസിക ഫലത്തെയും കൂടി പറഞ്ഞു പോകാം. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. നവംബർ മുതൽ ജനുവരി വരെയുള്ള സമയങ്ങളിൽ കുടുംബ വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയങ്ങളിൽ സാമ്പത്തിക നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. ഭൂമി, വാഹനം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ നടക്കാം. വിദേശ കാര്യങ്ങൾക്ക്, വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. ഇനി മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്തിൽ വലിയ നേട്ടങ്ങളുടെ സമയമാണ്. ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ്. ഇനി ദശാകാലങ്ങളുടെ ഫലങ്ങൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കാം. വ്യാഴദശ അനുഭവിക്കുന്നവരാണെങ്കിൽ ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ധനനഷ്ടം ഉണ്ടാകാം. വിശ്വസിച്ചതിൽ നിന്ന് നിരാശാജനകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായേക്കാം. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. ബുധദശയാണ് നിങ്ങൾക്ക് എങ്കിൽ തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായേക്കാം. രേഖാപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ടായേക്കാം. ബുധദശയിലുള്ളവര് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ശനി, കേതു, ചന്ദ്ര ദശാകാലങ്ങളൊക്കെ ഉള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി ചിത്ര നക്ഷത്രക്കാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ പറയാം. സുബ്രഹ്മണ്യ ഭഗവാനെ നിത്യം ആരാധിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം ശരവണ ഭവായ നമഃ എന്ന മന്ത്രത്തെ 108 പ്രാവശ്യം നിത്യം ജപിക്കുക. കുറഞ്ഞപക്ഷം എല്ലാ ചൊവ്വാഴ്ചകളിലും ജപിക്കുക. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഹനുമാൻ ചാലിസ ജപിക്കുക, കേൾക്കുക. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് കൊളുത്തുക. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. എല്ലാ ചൊവ്വാഴ്ച ദിവസവും ഗ്രഹദോഷ ശാന്തിക്കായി ഓം ക്രാം ക്രീം ക്രൗം സ ഭൗമായ നമ എന്ന മന്ത്രത്തെ ജപിക്കുക. പരിഹാരങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ടുള്ളത് ദാനങ്ങൾ തന്നെയാണ്. ചുവന്ന വസ്ത്രത്തെ ദോഷപരിഹാരത്തിനായി ദാനം ചെയ്യുക. രക്തം ആവശ്യമുള്ളവർക്ക് രക്തം ദാനം ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുക. ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുക. ജന്മനക്ഷത്ര ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുക. ചിത്ര നക്ഷത്ര ജ്യോതി തെളിയും. ചൊവ്വയുടെ ശക്തി നിങ്ങൾക്കായി വഴി തെളിക്കും. തടസ്സങ്ങൾ കടന്നുയരാൻ ധൈര്യമെന്ന ദീപം കൈപിടിക്കും. കോപം വിട്ടാൽ ഭാഗ്യം ചിരിക്കും. ക്ഷമ കൈവച്ചാൽ വിജയം കൈവരും. പ്രിയപ്പെട്ട ചിത്ര നക്ഷത്ര ജാതകരെ, കൊല്ലവർഷം 1202 ആണ്ട് എന്ന ഈ പുതുവർഷം നിങ്ങൾക്ക് കഠിനാധ്വാനത്തിന്റെ തത്തുല്യ ഫലം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ ശക്തി. ക്ഷമയാണ് നിങ്ങളുടെ രക്ഷ. വിശ്വാസമാണ് നിങ്ങളുടെ വഴികാട്ടി. ഭഗവാൻ സുബ്രഹ്മണ്യന്റെയും ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള കൊല്ലവർഷം 1202 ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു നക്ഷത്രക്കാരുടെ നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.